ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അസുഖമായ മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞാൻ ഭഗവാൻ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം ദശകം 63 വായിക്കാം. കഴിഞ്ഞ ദശകത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഗോപന്മാർക്ക് ഈ ഇന്ദ്രനെ ഭയക്കാതിരിക്കാൻ കാരണം ഗോവർദ്ധനത്തെയാണല്ലോ ഭഗവാൻ ഈ വർഷം പൂജിച്ചത്, യാഗം നടത്തിയത്. അപ്പോൾ ഇന്ദ്രന് ദേഷ്യം ഉണ്ടായി. അപ്പോൾ കുട്ടികളോട് ഭഗവാൻ പറയുന്നത് ഗോപന്മാരോട്, ഗോവർദ്ധനത്തിൻ്റെ ദയയുണ്ട്, നമുക്ക് അനുഗ്രഹമുണ്ട്, പിന്നെ ബ്രാഹ്മണരുടെ അനുഗ്രഹമുണ്ട്. അവർക്ക് ബ്രാഹ്മണരെ നമ്മൾ പൂജിച്ചു, ഗോവർദ്ധനത്തെ പൂജിച്ചു, അവരെല്ലാം നമ്മളെ രക്ഷിച്ചു കൊള്ളും, ഒരു വിഷമം വേണ്ട. എന്നിട്ട് ഇന്ദ്രൻ ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ ഭഗവാൻ കുട്ടികൾക്കൊക്കെ സന്തോഷമായിട്ടിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ അങ്ങനെയുള്ള നാരായണ ഗുരുവായൂരപ്പ എൻ്റെ രോഗം മാറ്റണമേന്ന് ഭട്ടതിരിപ്പാടും. അപ്പോൾ നമ്മൾക്കും ഇതെന്താ പറയാ, ഇതുപോലെ നമ്മളും പറയണം, ഭഗവാനെ കൃഷ്ണ അന്ന് ഇത്രയൊക്കെ അത്ഭുതങ്ങൾ കാട്ടിയ നാരായണനാണല്ലോ ഗുരുവായൂരപ്പ, നമ്മുടെ രോഗങ്ങളെ മാറ്റണമേ. നമുക്ക് സർജറി ഉള്ള മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ രോഗങ്ങളെയും വിഷമങ്ങളെയും ദുരിതങ്ങളെയൊക്കെ മാറ്റിത്തരണമേ. നാരായണ അത്ഭുതം കാണിച്ച ഭഗവാനാണല്ലോ. അന്നത്തെ കാലത്ത് എന്തൊക്കെയാ അത്ഭുതങ്ങൾ, ഇതൊക്കെ നടന്ന സംഭവമല്ലേ. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കണം, നമുക്കും അത് വിശ്വസിക്കാം. ഭട്ടതിരിപ്പാടിന് വിശ്വാസമായതുപോലെ നമുക്കും നമ്മുടെ രോഗങ്ങൾ മാറ്റിത്തരും, നമുക്ക് നന്മയുണ്ടാക്കിത്തരും, നമ്മളും വിശ്വസിക്കണം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് 63 ശ്ലോകം ദശകം ഗോവർദ്ധന ഉദ്ധാരണം, അത് 1 ശ്ലോകം വായിക്കാം. ദശകം 63 ഗോവർദ്ധന ഉദ്ധാരണം. ശ്ലോകം 1. അപ്പുറത്തെ വീട്ടിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നത്. ദദൃശിരേ കില തൽക്ഷണം അക്ഷത സ്തനിത ജൃംഭിത കമ്പിത ദിക്തട സുഷമയാ ഭവദംഗതുലാംഗത വ്രജപദോ പരിവാരിധരാസ്ത്വയാ. ദദൃശിരേ കില തൽക്ഷണമക്ഷത സ്തനിത ജൃംഭിത കമ്പിത ദിക്തട സുഷമയാ ഭവദംഗതുലാംഗത വ്രജപദോ പരിവാരിധരാസ്ത്വയാ. ഇവിടെ ഭഗവാൻ പറയുന്നു, ഇന്ദ്രൻ ഇനിയും വന്നില്ലല്ലോ എന്ന് ഭഗവാൻ അങ്ങനെ വിചാരിച്ച് ഇനിയും ഇന്ദ്രനെ കണ്ടില്ലല്ലോ എന്ന് ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ വിചാരിച്ച ഉടനെ തന്നെ അമ്പാടിക്ക് മുകളിൽ കാർമേഘ പടലങ്ങൾ വന്ന് നിറഞ്ഞു. കണ്ണനിങ്ങനെ വിചാരിച്ച് ദേഷ്യമുണ്ടായ കോപം കൊണ്ടിരിക്കുകയാണല്ലോ ഇന്ദ്രന് യാഗം കിട്ടാഞ്ഞ്. അപ്പോൾ ഇന്ദ്രൻ ഇനിയും വന്നില്ലല്ലോ എന്ന് ഭഗവാൻ ചിന്തിച്ച ഉടനെ തന്നെ കാർമേഘങ്ങളെല്ലാം അമ്പാടിയുടെ ആ ഭഗവാന്റെ ആ സ്ഥലങ്ങളുടെ മുകളിൽ ആകാശത്ത് കാർമേഘങ്ങളെല്ലാം വന്നങ്ങ് നിറഞ്ഞു. തുടരെ ശക്തിയേറിയ ഇടിമുഴക്കങ്ങൾ 8 ദിക്കും പൊട്ടുമാറ് കേൾക്കായി. അതിഭയങ്കരമായ ഇടിമുഴക്കങ്ങളും ശക്തിയേറിയ അത്രമാത്രം ഭയാനകമായ ദേഷ്യം അത്രമാത്രം ഉണ്ടല്ലോ ഇന്ദ്രന്. അപ്പോൾ അതിൻ്റെ ആഘാതം അത്രമാത്രം ഭയങ്കരമായി കേട്ടു. ഭഗവാന്റെ നിറം കാർമേഘത്തിന് തുല്യമാണല്ലോ. അതുകൊണ്ടാണ് ഭഗവാനെ മുകിൽ വർണ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർമേഘം പോലെയാണ് ഭഗവാന്റെ നിറവും, കണ്ണൻ്റെ നിറം. അതുകൊണ്ട് ഭഗവാനെ എന്താ വിളിക്കുക, കാർമുകിൽ വർണ്ണ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്നുണ്ട്. മഴമേഘമുകിൽ, ആ മഴമേഘത്തിൻ്റെ നിറമാണ് മുകിൽ വർണ്ണൻ. അതാണ് ഭഗവാനെ എല്ലാവരും മുകിൽ വർണ്ണ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. അപ്പോൾ ഇന്ദ്രൻ അവിടെ അതിഭയങ്കരമായ ഇടിമുഴക്കങ്ങളും കാർമേഘങ്ങളും വന്നങ്ങ് നിറഞ്ഞു. ഇടിമുഴക്കങ്ങൾ ശക്തിയേറിയ ഇടിമുഴക്കങ്ങളാണ്, 8 ദിക്കും പൊട്ടുമാറ് കേൾക്കുവാണ്. 2 ശ്ലോകം വായിക്കാം. ശ്ലോകം 2. വിപുലകരകമിശ്രൈസ്തോയധാരാ നിപാതൈർ ദിശി ദിശി പശുപാനാ മണ്ഡലേ ദണ്ഡ്യമാനേ കുപിത ഹരികൃതാൽന പാഹി പാഹീതി തേഷാം വചനം അജിത ശൃണ്വന്മാ ബിഭീതേത്യഭാണീ. വിപുലകരകമിശ്രൈസ്തോയധാരാ നിപാതൈർ ദിശി ദിശി പശുപാനാ മണ്ഡലേ ദണ്ഡ്യപാനേ കുപിത ഹരികൃതാൽന പാഹി പാഹീതി തേഷാം വചനം അജിത ശൃണ്വന്മാ ബിഭീതേത്യഭാണീ. അതിഭയങ്കരമായ ഇടിമുഴക്കങ്ങളെ കേട്ട അതോടൊപ്പം തന്നെ എന്തു സംഭവിച്ചു?
തുമ്പിക്കൈ വണ്ണത്തിലാണ് കനത്ത മഴ പെയ്തു തുടങ്ങി. ഓരോ തുള്ളി അതിൻ്റെ വണ്ണം തുമ്പിക്കൈയുടെ അത്രമാത്രം വണ്ണത്തിൽ ഇങ്ങനെ തുരുതുരാ വീണു. അത്രമാത്രം കനത്ത മഴ പെയ്തു തുടങ്ങി. കൂടെ എന്ത് വന്നു? ആലിപ്പഴം. അതും ഇങ്ങനെ പൊഴിയുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വെളുത്ത കല്ല് പോലെയുള്ള മഞ്ഞിൻ കട്ട മഴയോടൊപ്പം ചിലപ്പോൾ പൊഴിയും. അതാണ് ആലിപ്പഴം. അപ്പോൾ അത്രമാത്രം ഭയങ്കരമായ മഴയും ആലിപ്പഴവും അതിൻ്റെ കൂടെ. എല്ലാ ദിക്കിലുമുള്ള ഗോപന്മാർ കഷ്ടത്തിലായി. അവിടെ കുഞ്ഞുങ്ങളെല്ലാം വിഷമമായി. കാരണം അത്രമാത്രം ഭയാനകമായ ഈ ഓരോ ആലിപ്പഴം തന്നെ പുറത്തുനിന്ന് വീണാലോ, അതും അതുപോലല്ലേ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഗോപന്മാരെല്ലാം വിഷമത്തിലായി. ആ സമയം അവർ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഇന്ദ്രകോപത്തിൽ നിന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിച്ചു. കണ്ണാ, കൃഷ്ണ, രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് നിലവിളിച്ചു. അത് കേട്ട ഭഗവാൻ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, നിങ്ങൾ ഭയക്കണ്ട എന്ന് ഭഗവാനോടെ സന്തോഷമായി അവരോട് പറഞ്ഞു. ഈ കുട്ടികൾ ഇതിനെ ഭയന്ന് വിളിച്ച്, കണ്ണാ, കൃഷ്ണ, ഞങ്ങളെ രക്ഷിക്കൂ, ഇന്ദ്രകോപത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ തരൂ എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, വിഷമിക്കണ്ട, നിങ്ങൾ ഭയക്കാതിരിക്കൂ എന്ന് പറഞ്ഞു. നമുക്ക് 3-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 3. കുലൈഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോർ വിഹിതമിഹ സരുന്ധ്യാൽ കോനുവ സംശയോസ്മിൻ ഇതി സഹസിതവാദീ ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതം ഉദമമൂലോ മൂലതോ ബാലദോർഭ്യാം. കുലൈഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോർ വിഹിതമിഹ സരുന്ധ്യാൽ കോനുവ സംശയോസ്മിൻ ഇതി സഹസിതവാദീ ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതം ഉദമമൂലോ മൂലതോ ബാലദോർഭ്യാം. ഇവിടെ ഈ കുലത്തിന് ദൈവം പർവ്വതമാണ്. അമ്പാടി എന്നുള്ള ആ ഗോക്കൾക്കും അത് പശുക്കൾക്കും ഗോപന്മാർക്കും ഭഗവാനും ഒക്കെ അമ്പാടിയിൽ ആ കുലം, അതാണ് കുലം. അമ്പാടി എന്നുള്ള കുലത്തിന് ആരാ? ദൈവം പർവ്വതം. കാരണം പർവ്വതത്തിനല്ലേ പൂജിച്ചത്. പക്ഷെ അവിടെ ഉള്ളം നമുക്കറിയാം, ഭഗവാനാണല്ലോ ഈ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ഇന്ദ്രനെയൊക്കെ തോൽപ്പിക്കത്തില്ലയോ? അതെൻ്റെ അഭിപ്രായമാണ്. ഇവിടെ എന്ത് പറയുന്നു? കുലത്തിന് ദൈവം പർവ്വതമാണ്. ഈ കുട്ടികൾക്കും ഈ പശുക്കൾക്കും ഭഗവാനും എല്ലാം അവരുടെ കണ്ണിന് മുമ്പിൽ ഭഗവാനായിട്ട് ദൈവമായിട്ട് നിൽക്കുന്ന പർവ്വതമാണ്. അത് പരദേവത. അപ്പോൾ പർവ്വതം ആ കുലത്തിൻ്റെ ദൈവമാണ്. അവരാണ്ടുതോറും ഇനി ആ പർവ്വതത്തിൽ തന്നെ പൂജിച്ചോളും. ഇന്ദ്രൻ കാട്ടിക്കൂട്ടുന്ന കെടുതികളെല്ലാം അത് തടുത്തുകൊള്ളും. ഭഗവാൻ പറഞ്ഞു, ഈ ഇന്ദ്രൻ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഈ മഴയും ഈ ആലിപ്പഴം വീഴുന്നതും ഇത് അതിഭയങ്കരമായ ഇടിയും മുഴക്കും ഒക്കെ ആര് തടുക്കും? പർവ്വതം, പരദേവത. അതാണ് ആ പർവ്വതമാണ് അവരുടെ ദൈവം. അതുകൊണ്ട് ഈ കാട്ടിക്കൂട്ടുന്ന ഇന്ദ്രൻ്റെ ഈ കോപ്രായങ്ങളൊക്കെ ആ ദൈവമാകുന്ന പർവ്വതം തടുത്തുകൊള്ളും. നിങ്ങൾക്കതിൽ സംശയമുണ്ടോ? ഭഗവാൻ ചോദിച്ചു, നിങ്ങൾക്കതിൽ സംശയമുണ്ടോ? കുട്ടികളോട് ചോദിച്ചു. ഇവിടെ നമ്മളെല്ലാം രക്ഷിക്കാൻ ഈ പർവ്വതം, പരദേവതയായ ഈ പർവ്വതമുണ്ട്. നിങ്ങൾക്കതിൽ സംശയമെങ്കിലുണ്ടോ? സംശയിക്കണ്ട എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഭഗവാൻ പെട്ടെന്ന് ഗോവർദ്ധന പർവ്വതത്തെ മൂടോടെ കുഞ്ഞിക്കൈകളാൽ പുഴക്കിയെടുത്തു. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഭയക്കണ്ട, പേടിക്കണ്ട, നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്നാൽ സംശയിക്കണ്ട. ചിരിച്ചും കൊണ്ട് പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ഈ ഗോവർദ്ധന പർവ്വതത്തെ മൂടോടെ ആ കുഞ്ഞിക്കൈകളാൽ പുഴക്കി അങ്ങ് എടുത്ത്. ഇന്ദ്രൻ പർവ്വത ശത്രുവാണ്, പർവ്വതത്തിന് ശത്രുവാണ്. എന്താണെന്ന് വെച്ചാൽ പണ്ട് പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നുവെന്നും ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ എല്ലാം ചിറക് വെട്ടിക്കളഞ്ഞുവെന്നും ഐതിഹ്യം. അങ്ങനൊരു ഐതിഹ്യമുണ്ട്. എല്ലാ പർവ്വതത്തിനും ചിറകുണ്ടായിരുന്നു. അതിനെയൊക്കെ ഇന്ദ്രൻ്റെ വജ്രായുധം കൊണ്ട് വെട്ടിക്കളഞ്ഞെന്നാണ് ഇവിടെ ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ട് അന്ന് മുതലാണ് ഇന്ദ്രൻ പർവ്വത ശത്രുവായി കരുതപ്പെടുന്നത്. അതാണ് ഗോത്രശത്രു എന്ന പ്രയോഗം. ആ ഇന്ദ്രൻ ഇപ്പോൾ ഇവിടെ കുലശത്രുവായിരിക്കുകയാണ്. അമ്പാടി നശിപ്പിക്കാനുള്ള പുറപ്പാടാണ് ഇന്ദ്രൻ്റേത്. അമ്പാടിയിൽ കാരണം ഈ വർഷത്തെ, അതായത് അപ്പോൾ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അവിടെ യാഗം നടത്തിയ പർവ്വതത്തിനെയാണ്. അതുകൊണ്ട് അന്ന് മുതൽ ഈ ഇന്ദ്രന് ശത്രു കൂടുതലാണ്. അപ്പോൾ അവിടെ നശിപ്പിക്കാനുള്ള ഒരു തോന്നലാണ് ഇന്ദ്രൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇത്രയും നമുക്ക് മനസ്സിലാക്കി ഭഗവാൻ ഈ പറഞ്ഞതെല്ലാം നമുക്കും ബാധകം. ഭഗവാനെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒന്നും ഭയക്കണ്ട, ഇന്ദ്രനെയും ഭയക്കണ്ട, ലോകത്താരെയും ഭയക്കണ്ട. കുഞ്ഞുങ്ങൾക്ക് ഭഗവാൻ എന്താ കൊടുത്തത്? നിങ്ങൾ ഭയക്കണ്ട. ചിരിച്ചും കൊണ്ട് ഗോവർദ്ധനത്തെ പിഴുതങ്ങെടുത്തു കൈകൾ, ആ കുഞ്ഞു കൈകൾ കൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വിശ്വസിക്കണം? ഭഗവാനെ വിശ്വസിക്കണം.
ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ അർജുനൻ എന്താ കിട്ടിയത്? ജയം. ഭഗവാൻ കൂടെ ഉണ്ട്. വേറെ ആരും ആയുധങ്ങളൊന്നും മറ്റവർക്കാണെങ്കിലോ കൗരവർക്കാണെങ്കിലോ ലോകത്തുള്ള സർവ്വപേരും അവരുടെ കൂട്ടിൽ നിന്നു. പക്ഷേ അർജുനനും ഭഗവാൻ മാത്രം മതിയായിരുന്നു. നമുക്കും അതുപോലെ ഈശ്വരനുണ്ടെങ്കിൽ ഒന്നും ഭയക്കണ്ട. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.